2.5 വർഷമായിട്ട് ഞാൻ ഒരു 4.2 കിലോവാട്ട് ആണ് സോളാർ വെച്ചിരിക്കുന്നത്. അത് തന്നെ സൗര പ്രോജക്റ്റിൻ്റെ കീഴിലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ റെഗുലേറ്ററി കമ്മീഷനെ അല്ലെങ്കിൽ KSEB ആരാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്ന ഒരു സജഷനുള്ള മൈക്കിനോട് അല്പം കൂടെ ചേർന്ന് മൈക്ക് അല്പം കൂടെ ചേർത്ത് വെച്ചാൽ ഓക്കെ ഇപ്പൊ കേൾക്കാമല്ലോ. ബെറ്ററാണ്. അതായത് KCRCയോ KSEBയോ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങളെ ശ്ലാഘിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വളരെയധികം നിങ്ങൾ ഗവേഷണം നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു കരട് റെഗുലേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഇത് എല്ലാ ഉപഭോക്താക്കളെ എങ്ങനെയൊക്കെ പിഴിയാം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ ഗവേഷണം നടത്തിയിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ KSEBLനെ എങ്ങനെ നന്നാക്കാം, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഇതിനെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ശരിയാക്കി കാലത്തിനൊത്ത് അപ്ഗ്രേഡ് ചെയ്ത് അത് ശരിയാക്കാം എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, കഴിഞ്ഞ റെഗുലേറ്ററി ഇതിനു മുമ്പ്. അത് കാരണം അടുത്ത് മാറ്റിവെച്ചല്ലോ. അത് മാറ്റാൻ പറ്റാതെ വന്നപ്പോൾ അതിന് പകരം വേറൊരു പേരിട്ടിട്ട് ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് അല്ലെങ്കിൽ മറ്റേ വേറെ എന്തൊക്കെയോ ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പൈസ എടുക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ ഇതൊക്കെ സാധാരണക്കാരന് മനസ്സിലാവില്ല എന്ന് വിചാരിക്കുക. എല്ലാവരും വിഡ്ഢികളാണെന്നും കരുതരുത് നിങ്ങൾ. അതുപോലെ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ KSEBയെ സഹിക്കുന്നത്. വാസ്തവത്തിൽ വേറെ വേറൊരു സിസ്റ്റം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവരെയൊക്കെ എപ്പോഴേ തൂത്ത് കളഞ്ഞ് വേറെ എടുത്തേന്. ഒരു കൺസ്യൂമറിന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കേണ്ട റെഗുലേറ്ററി കമ്മീഷൻ അവർക്ക് മറ്റേ എന്താ പറയുക KSEBക്ക് വേണ്ടി നിൽക്കുന്ന പോലെയാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. കാരണം കഴിഞ്ഞ ഇത് കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. ഇപ്പോഴും ഇത് കാണുന്നത്, നിങ്ങളിവിടെ ഓരോരുത്തരും സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതാണ് തോന്നുന്നത്. കാരണം നിങ്ങളൊരു പ്ലാൻ അങ്ങ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അത് ഇങ്ങനെ ഒരു പ്രഹസനം നടത്തിയിട്ട് അതിനെ അങ്ങ് ശരിയാക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണെന്നാണ് എല്ലാവർക്കും കാണുന്നവർക്ക് മനസ്സിലാവുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് ഫുൾ ഓൺലൈൻ ആക്കിയത്. നിങ്ങളുടെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇത് തന്നെ പലപ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ട്, ഒന്നും മനസ്സിലാവില്ല, കേൾക്കില്ല. മറ്റേ ഇന്റർനെറ്റിന്റെ പ്രശ്നമുണ്ട്. ഈ ഇന്റർനെറ്റിൽ കയറി ഒരു മീറ്റിങ്ങിൽ കയറാൻ അറിയുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. എത്രയോ 10-60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് കൂടുതലും കൺസ്യൂമേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. അവർക്ക് കയറാൻ ഒരു മാർഗ്ഗമില്ല. അവരുടെ മറ്റേ കുട്ടികളൊക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പൊ അതൊന്നും ഒഴിവാക്കി ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് വെക്കാതിരുന്നത് മഹാ കഷ്ടമായിപ്പോയി. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ ഫിക്സഡ് ചാർജ് എന്നുള്ളൊരു പരിപാടി, അത് നമ്മൾ സ്വന്തം വീട്ടിൽ പകൽ സമയത്ത് ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുന്നതിന് നിങ്ങൾ ഫിക്സഡ് ചാർജ് കൊടുക്കണം. എന്നാൽ ഞാൻ വീട്ടിൽ 4 ബാറ്ററി മേടിച്ചിട്ട് ടോർച്ച് കത്തിക്കുന്നുണ്ട്, അതിന് അവർക്ക് ഫിക്സഡ് ചാർജ് കൊടുക്കണം. എന്താ മര്യാദ അത് ശരിയല്ല. അതുപോലെ ബാങ്കിങ് ഫെസിലിറ്റി എടുത്ത് കളയാൻ പോകുന്ന പരിപാടികൾ, അത് നമ്മൾ മറ്റേ വർഷക്കാലമായി കഴിഞ്ഞാൽ നമുക്കൊരു ഇതും കിട്ടില്ല. അപ്പൊ അതായത് നമുക്ക് കുറെ ആശ തന്നിട്ട് നമ്മളെ കൊണ്ട് ഇത്രയും പണം ചെലവാക്കിപ്പിച്ചിട്ട്, നമ്മളൊന്നും വലിയ പണക്കാരൊന്നുമല്ല, പല ലോൺ എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളെ കൊണ്ട് ഇത്രയും പൈസ ചെലവാക്കി പരപ്പുറത്ത് വെച്ചിട്ട് അത്രയും സ്ഥലവും കളഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത ഏർപ്പാടാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രൊസ്യൂമേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു.